കുളവാഴയ്ക്കൊപ്പം മാർക്കറ്റിലെ മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടത്. വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി ഏതാനും ആഴ്ചകൾ മാത്രമാണ് പ്ലാന്റ് പ്രവർത്തിച്ചത്. കുളവാഴ ലഭ്യതയിൽ കുറവ് വന്നാൽ കോട്ടയം നഗരത്തിലെ ജൈവമാലിന്യങ്ങൾ ഇവിടെ എത്തിച്ച് പദ്ധതി വിജയിപ്പിക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. പദ്ധതി നടത്തിപ്പിന് ആവശ്യമായ കുളവാഴ ലഭിക്കുന്നില്ലെന്ന് പറയുമ്പോഴും പ്ലാന്റിനോട് ചേർന്ന് കിടക്കുന്ന കുടൂരാറ്റിൽ പോള നിറഞ്ഞ് വെള്ളം കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. സർക്കാർ സ്ഥാപനമായ റെയ്ഡ്കോ നിർമ്മിച്ച് ഫിഷറീസ് വകുപ്പിന് കീഴിലെ ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി അഥവാ ഫിർമ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഫിർമയുമായി കരാർ ഒപ്പുവയ്ക്കാത്തതാണ് പദ്ധതി ഇപ്പോൾ പ്രവർത്തിക്കാത്തതിന് കാരണമെന്ന് നഗരസഭ പറയുന്നു. നമുക്കിവിടെ ഉണ്ടായൊരു താമസം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നതിന് ശേഷം ഇതുമായി ഫിർമയും മുനിസിപ്പാലിറ്റിയുമായി ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. കടുത്ത വൈദ്യുതി പ്രശ്നത്തിനിടയിൽ നഗരസഭയ്ക്ക് മാതൃകയാക്കാൻ കഴിയുന്ന പദ്ധതി പ്രവർത്തിക്കാതായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. മേൽനോട്ടം വഹിക്കുന്ന ഫിർമയുടെയും റെയ്ഡ്കോയുടെയും അധികൃതർ വല്ലപ്പോഴും പ്ലാന്റിലെത്തി മടങ്ങുക മാത്രമാണുള്ളത്. കോടിമതയിലെ മുഴുവൻ വൈദ്യുതി വിളക്കുകളും തെളിയിക്കേണ്ട പദ്ധതി അണഞ്ഞുകിടക്കുന്നതുകൊണ്ട് ഇല്ലാതാകുന്നത് കുട്ടനാട് പാക്കേജിലെ പ്രധാന പ്രഖ്യാപനമാണ്. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം യു ഷൈജു, മീഡിയ 1, കോട്ടയം.